നമസ്കാരം. ഉക്രൈനെതിരെ വളരെ പെട്ടെന്ന് വിജയം നേടാം എന്ന കണക്കുകൂട്ടലിലാണ് റഷ്യ പോരിനിറങ്ങിയത്. പക്ഷേ നിലവിലെ സാഹചര്യം ഇതൊന്നുമല്ല. നിലവിൽ യുദ്ധക്കളത്തിൽ വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ആര്? യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ അനുസരിച്ച് റഷ്യ. എന്തായാലും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന കണക്കുകൂട്ടലിലൊക്കെയാണ് ഇവരിറങ്ങിയത്. റഷ്യ അതായത് സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർബന്ധിതനാണ്. അതായത് ഈ സമാധാനം എങ്ങനെയെങ്കിലും ഒന്ന് പുനഃസ്ഥാപിക്കണം എന്നതാണ് പുടിന്റെ ഇപ്പോഴത്തെ ചിന്ത. സൈനികവും സാമ്പത്തികവും സാമൂഹികവുമായ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ആര് പെട്ടുപോയി? പുടിൻ പെട്ടുപോയതാണ് ശരിക്കും. അതപ്പോ എസ്തോണിയയുടെ ചാരസംഘടന ഇക്കാര്യം വ്യക്തമാകുന്നുണ്ട്. റഷ്യക്ക് കാര്യങ്ങൾ അനുകൂലമല്ല എന്നും ഉക്രൈനിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന ലക്ഷ്യം അവർ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ് എന്നാണ് എസ്തോണിയൻ ചാരസംഘടന മേധാവി വ്യക്തമാക്കുന്നത്. റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൈനികർ യുദ്ധക്കളത്തിൽ റഷ്യക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വീണ്ടും വലിയൊരു മുന്നേറ്റം നടത്തണമെങ്കിൽ ചുരുങ്ങിയത് 2 ലക്ഷം സൈനികരെയെങ്കിലും അധികമായി രംഗത്തിറക്കണം. എന്നാൽ ഇത്തരമൊരു നീക്കം റഷ്യയിൽ ആഭ്യന്തരമായി കൂടുതൽ പ്രതിഷേധങ്ങൾക്കും പ്രതിസന്ധികൾക്കും വഴിവെക്കും. ഉക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാത്രം 35,000-ത്തിലധികം റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തത്. സൈനികരുടെ നഷ്ടം പരിഹരിക്കാനായി റഷ്യ നടത്തുന്ന റിക്രൂട്ട്മെന്റ് ശ്രമങ്ങൾ രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വൻതോതിൽ ആളുകൾ രാജ്യം വിട്ട സാഹചര്യം കൂടിയുണ്ട്. അതായത് നിർബന്ധമായി ഈ രാജ്യത്തിൽ തുടർന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്തേ മതിയാകൂ എന്നൊരവസ്ഥ വന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? സ്വാഭാവികമായി ഇവിടം വിട്ട് മറ്റൊരു സ്ഥലം തേടുന്ന ഒരവസ്ഥ എത്തി. എന്തായാലും വൻതുക ബോണസ് വാഗ്ദാനം ചെയ്താണ് സൈന്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. എങ്കിലും റഷ്യൻ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലായതോടെ ഈ വൻതുക വാഗ്ദാനം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി അതിനുള്ള സമ്പത്താക്കുണ്ടാവണം, റഷ്യക്കുണ്ടാവണം. അപ്പൊ ഈ കൊടുത്തുകൊണ്ടിരിക്കുക എന്ത് ചെയ്തു? സ്വാഭാവികമായി ഇവരെന്ത് ചെയ്തു? സാമ്പത്തികമായ ഒരു സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ ഉള്ള ആനുകൂല്യങ്ങൾ നൽകാനുള്ള ശേഷി പതിയെ കുറഞ്ഞു വന്നിരിക്കുന്നുണ്ട്. യുദ്ധ ചെലവുകൾക്കൊപ്പം അന്താരാഷ്ട്ര ഉപരോധങ്ങളും റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വ്യവസായത്തിന് നേരെയുള്ള ഉക്രൈന്റെ ആക്രമണങ്ങളും രാജ്യത്തിന് കനത്ത തിരിച്ചടിയായി മാറി. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചാ പ്രവചനം 1.3% നിന്നും 0.4% റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാൾ വെട്ടിക്കുറച്ചിട്ടുണ്ട്. തൊഴിൽ ക്ഷാമം, അമിതമായ സർക്കാർ ചെലവുകൾ, പാശ്ചാത്യ ഉപരോധങ്ങൾ എന്നിവ റഷ്യയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. എന്തായാലും ഈ പശ്ചാത്തലത്തിലാണ് ചർച്ചാ മേശയിലേക്ക് വരാൻ പുടിൻ നിർബന്ധിതനാകുന്നത്. തൊഴിൽ ക്ഷാമം, അമിതമായ സർക്കാർ ചെലവുകളും പാശ്ചാത്യ ഉപരോധങ്ങൾ എന്നിവ റഷ്യയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. അതായത് ഈ സമയത്ത് ചർച്ചയിലെത്തി എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊരു ചിന്തയിലാണ് പുടിൻ ഇറങ്ങിയത്. ഈ ഒരു കാലത്ത്, അതായത് ഈ ഒരു സമയത്ത് റഷ്യയുടെ സൈനിക ശക്തിയെ ഭയപ്പെട്ടിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധക്കളത്തിൽ യാഥാർത്ഥ്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്നും പുറത്തു കടക്കാനാണ് റഷ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതു വിധത്തിലുള്ള കോംപ്രമൈസിനും ഇപ്പോൾ റഷ്യ തയ്യാറാണ്.